2020 നടൻ സുശാന്ത് സിംഗ് രജ്പൂതിന്റെ മരണം ബോളിവുഡിനെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. മുംബൈയിലെ ബാന്ദ്രയിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിലാണ് സുശാന്തിനെ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ മകൻ ജീവനൊടുക്കില്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച് പിതാവ് രംഗത്തെത്തിയിരുന്നു. ഇതോടെ സംഭവം വിവാദമാവുകയും കേസ് CBI ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ നടന്റെ മരണത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച് CBI മുംബൈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. മരണത്തിൽ ദുരൂഹതയില്ലെന്നും ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവില്ലെന്നുമുള്ള നിഗമനത്തിലാണ് CBI അന്വേഷണം അവസാനിപ്പിച്ചത്. സുശാന്തിന്റെ അടുത്ത സുഹൃത്തായിരുന്ന നടി റിയ ചക്രവർത്തിക്ക് മരണത്തിൽ പങ്കുണ്ടെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ഇത് CBIക്കും കണ്ടെത്താനായിട്ടില്ല. സുശാന്ത് ജീവനൊടുക്കിയതാണെന്ന പ്രാഥമിക റിപ്പോർട്ട് മുംബൈ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിഷാദരോഗം മൂലമാണ് സുശാന്ത് ജീവനൊടുക്കിയതെന്നായിരുന്നു റിപ്പോർട്ടിലെ വിവരം. മകൻ കൊല്ലപ്പെട്ടതാണെന്നും 15 കോടി രൂപ സുഹൃത്തും നടിയുമായ റിയ ചക്രവർത്തി തട്ടിയെടുത്തെന്നുമായിരുന്നു സുശാന്തിന്റെ പിതാവ് ഉന്നയിച്ച ആരോപണം. ഇതോടെയാണ് കേസ് CBIക്ക് കൈമാറിയത്. കേസ് ദേശീയതലത്തിൽ വരെ ചർച്ചയായിരുന്നു. റിയ ചക്രവർത്തി ഉൾപ്പെടെ ആരോപണ വിധേയരായ എല്ലാവരെയും CBI വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും കൊലപാതകമാണെന്ന് സ്ഥാപിക്കാൻ തക്ക തെളിവുകൾ ലഭിച്ചില്ല. സുശാന്തിന് റിയ ലഹരിമരുന്ന് എത്തിച്ചിരുന്നതായി ആരോപണമുയർന്നിരുന്നു. പിന്നാലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കേസിൽ ഇടപെടുകയും റിയ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. സുശാന്തിന് ലഹരിമരുന്ന് എത്തിച്ചതായി റിയയും സമ്മതിച്ചു. ഫോറൻസിക് വിദഗ്ധർ സുശാന്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. സുശാന്തിന്റെ വസതിയിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയതിനുള്ള തെളിവുകളും കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ സുശാന്ത് ജീവനൊടുക്കിയതാണെന്ന റിപ്പോർട്ടാണ് ഫോറൻസിക് വിദഗ്ധർ CBIക്ക് കൈമാറിയത്. കൈപ്പോശ എന്ന ചിത്രത്തിലൂടെയാണ് സുശാന്ത് ബോളിവുഡിലേക്ക് കടന്നുവരുന്നത്. മികച്ച നവാഗത നടനുള്ള ഫിലിംഫെയർ പുരസ്കാരവും ഈ ചിത്രത്തിലൂടെ തന്നെ സുശാന്ത് സ്വന്തമാക്കിയിരുന്നു. റൊമാന്റിക് കോമഡി ചിത്രമായ സുദ്ദേശി റൊമാൻസ്, ആക്ഷൻ ത്രില്ലർ ചിത്രം ഡിറ്റക്റ്റീവ് ബോംകേഷ് ബക്ഷി എന്നീ ചിത്രങ്ങളിലും മികച്ച പ്രകടനമാണ് സുശാന്ത് കാഴ്ചവെച്ചത്. ക്രിക്കറ്റ് താരം MS ധോണിയുടെ ജീവിത കഥ പറഞ്ഞ MS ധോണി അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിൽ ധോണിയായി എത്തിയ സുശാന്തിനെ ആരാധകർ ഒരിക്കലും മറക്കില്ല. ആമിർ ഖാനും അനുഷ്ക ശർമ്മയും പ്രധാന വേഷത്തിലെത്തിയ ആക്ഷേപഹാസ്യ ചിത്രമായ PKയിലെ സർഫറാസ് യൂസഫ് എന്ന അതിഥി വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേദാർനാഥ്, ചിച്ചോർ എന്നീ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടി. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ താരം, അവതാരകൻ, സംരംഭകൻ, നർത്തകൻ എന്നീ നിലകളിലും സുശാന്ത് ഏറെ പ്രശസ്തനായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.